Welcome to a supplementary video by the English EduSpot to the 9th Standard English class part 6 by Victors. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 6ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് EduSpot ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് 2 അസൈൻമെൻറ്റ്സ് ആയിരുന്നു നൽകിയിരുന്നത്. ആദ്യം പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഇൻ്റർവ്യൂ രാം നാരായൺ. ഒളിമ്പ്യൻ രാം നാരായൺ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻസ് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ക്വസ്റ്റ്യനെയർ തയ്യാറാക്കേണ്ടത്. സാധാരണ പരീക്ഷകളിൽ 5 ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുന്നതിനാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏതാനും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി നൽകുന്നുണ്ട്. ഇത് മോഡലാക്കിക്കൊണ്ട് സ്വന്തമായി ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി പരിശീലിക്കുക. Question 1. Hadn't you expected a better performance from Tarun? തരുണിൽ നിന്ന് ഒരു നല്ല പെർഫോമൻസ് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ? Question 2. Have you lost your confidence in him? ഇപ്പോൾ നിങ്ങൾക്ക് തരുണിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുവോ? Question 3. Was it actually due to his faults that he lost the race? സത്യത്തിൽ ആ മത്സരം പരാജയപ്പെട്ടത് അവൻ്റെ കുറ്റം കൊണ്ടായിരുന്നുവോ? Question 4. What do you think of his confidence and determination? തരുണിൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ മനക്കരുത്ത്, അതിനെക്കുറിച്ച് താങ്കൾ എന്താണ് കരുതുന്നത്? Question 5. Do you still believe that he is a good runner? അവൻ നല്ലൊരു ഓട്ടക്കാരനാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുവോ? Question 6. What do you think was the reason he fell 3 times? 3 പ്രാവശ്യം വീഴാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? Question 7. Was it due to his overconfidence or lack of confidence? അത് അവൻ്റെ അമിത ആത്മവിശ്വാസം കാരണമായിരുന്നോ അതോ ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ടായിരുന്നുവോ ആ വീഴ്ചകൾ സംഭവിച്ചത്? Question 8. Wasn't it a mere misfortune that he fell 3 times? അവൻ 3 പ്രാവശ്യം വീണത് അവൻ്റെ മിസ്ഫോർച്യൂൺ, അവൻ്റെ ദൗർഭാഗ്യം കൊണ്ടായിരുന്നില്ലേ? Question 9. If you still have full confidence in his ability, will you not train him? താങ്കൾക്ക് ഇപ്പോഴും അവൻ്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ താങ്കൾ അവനെ പരിശീലിപ്പിക്കില്ലേ? Question 10. When will you start your training? എപ്പോഴാണ് നിങ്ങളുടെ പരിശീലനം തുടങ്ങുന്നത്? Now the second assignment. Prepare the script of the running commentary of the Children's Day race at Nehru Stadium, in which Tarun participated. He fell down 3 times and lost the race. നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേയിൽ അരങ്ങേറിയ ഓട്ട മത്സരത്തിൽ തരുൺ പങ്കെടുക്കുകയും 3 പ്രാവശ്യം വീണ് ആ മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. ആ ഓട്ട മത്സരത്തിൻ്റെ റണ്ണിംഗ് കമൻട്രിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഏതെങ്കിലും ഒരു മത്സര ഇനത്തിൻ്റെ റണ്ണിംഗ് കമൻട്രി സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എ റണ്ണിംഗ് കമൻട്രി സ്ക്രിപ്റ്റ്. ആദ്യം സല്യൂട്ടേഷൻ. അപ്രോപ്രിയേറ്റ് സല്യൂട്ടേഷൻ ഫ്രേസസ് ആർ യൂസ്ഡ് ടു അഡ്രസ് ദി ഓഡിയൻസ്. ഇവൻറ്റിലേക്ക് ഓഡിയൻസിനെ സല്യൂട്ട് ചെയ്യുന്ന, അവരെ അഭിസംബോധന ചെയ്യുന്ന അനുയോജ്യമായ ഫ്രേസുകൾ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, സ്കൂൾ റിലേറ്റഡ് ഇവൻറ്റ്സ്. സ്കൂളുമായി ബന്ധപ്പെട്ട ഇവൻറ്റ്സ് ആണെങ്കിൽ അവിടെ ഓഡിയൻസായി വിദ്യാർത്ഥികളും അധ്യാപകരുമായിരിക്കും. അതുകൊണ്ട് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഡിയർ ഫ്രണ്ട്സ് എറ്റ്സെട്ര ഇങ്ങനെയുള്ള സല്യൂട്ടേഷൻ ഫ്രേസുകൾ ഉപയോഗിക്കുക. പബ്ലിക് പ്ലേസ് ഇവൻറ്റ്സ്. പൊതുസ്ഥലത്ത് അരങ്ങേറുന്ന ഏതെങ്കിലും ഇവൻ്റ് ആണെങ്കിൽ
ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എറ്റ്സെട്ര ഇങ്ങനെയുള്ള സല്യൂട്ടേഷൻ ഫ്രേസുകൾ ഉപയോഗിക്കാം. നെക്സ്റ്റ്, ദി ഓഡിയൻസ് ഈസ് വെൽക്കം ടു വാച്ച് ദി ഇവൻറ്റ്. പ്രോഗ്രാമിലേക്ക് ഓഡിയൻസിനെ വെൽക്കം ചെയ്യുക. ദ കോമൻറ്റേറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. കമൻട്രി അവതരിപ്പിക്കുന്ന കോമൻറ്റേറ്റേഴ്സ് അവരെ സ്വയം പരിചയപ്പെടുത്തുക. ദി ഇവൻറ്റ് ഈസ് ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ്ഡ്. എന്താണ് പ്രോഗ്രാം, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ നിയമാവലികൾ, ഇതൊക്കെ ബ്രീഫായി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. The simple present and the present progressive tenses are mainly used to describe the events. പ്രോഗ്രാമിലെ സംഭവ വികാസങ്ങളെ വിശദീകരിക്കുന്നതിന് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ധാരാളമായി ഉപയോഗിക്കും. Lots of interjections and exclamatory sentences and expressions are to be used. കമൻട്രിയിൽ ധാരാളമായി ആശ്ചര്യ പദങ്ങൾ, ആവേശം പകരുന്ന സെന്റൻസുകൾ, പ്രയോഗങ്ങൾ ഉപയോഗിക്കും. Concludes effectively and the commentator signs off with expressions of thanks and goodbye. ഓഡിയൻസിനോട് ഗുഡ് ബൈ പറഞ്ഞ് അവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കമൻറ്റേറ്റർ വളരെ ഫലവത്തായി കമൻട്രി അവസാനിപ്പിക്കും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു റണ്ണിംഗ് കമൻട്രിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. ഇത് വായിച്ച് ഇത് മോഡലാക്കി സ്വന്തമായി തന്നെ സ്ക്രിപ്റ്റ് എഴുതി പരിശീലിക്കുക. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. Ladies and gentlemen, welcome to Nehru Stadium. Shortly we are going to witness a stunning athletic event, the 100-meter race. I am Rajkumar here in the commentary box to bring you every detail of this thrilling event. All the participating athletes are ready for the race. They are moving to the starting point. Yes, they have now lined up at the starting point in their respective tracks. Every competitor should strictly follow his track, otherwise he will be disqualified. Dear friends, today is 14th November, the Children's Day. This competition is going to make this day an unforgettable one. All are ready now. The race is about to start. Cheer them up with a big round of applause. Yes, the whistle is blown. The race has started. Whoa, it is a tough task for every athlete. They are running along their track now, Tarun being a little ahead of all. Just behind him is Pawan, another powerful runner. Oh God, Tarun slipped and fell down on the track. But no problem, he is all right. He has got up and resumed running, and he is still in the lead. Oh my God, what happened to this boy? He lost his steps and fell down again. No, he is not ready to give up. He has started again and is trying vigorously to leap to the front. What a diamond! He fell down for the third time. How unfortunate the boy is. Now he can't lead. He is the last to finish. Poor Tarun, alas, he has lost the race. Ladies and gentlemen, Pawan is the winner in this race. Let's congratulate him and all other participants. We should appreciate Tarun too for his perseverance and determination. He was not ready to give up his spirit even though he fell down thrice. Let's give him a big round of applause. This is Rajkumar signing off. Thank you. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.